പ്രവാസ ലോകത്തെ വാർത്തകളും വിശേഷങ്ങളും അതുപോലെ മാറി മാറി വരുന്ന നിയമങ്ങളും നേരത്തെ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. അടുത്തുള്ള ബെല്ലൈക്കൺ എനേബിൾ ചെയ്യാൻ മറക്കേണ്ട. നമസ്കാരം. ഒമാൻ വാർത്തകളിലേക്ക് സ്വാഗതം. ഇന്ന് 2025 ഏപ്രിൽ 5 ശനി. പ്രധാന വാർത്തകൾ. ഉദാരവൽക്കരണ ദിനം എന്ന് വിശേഷിപ്പിച്ച് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഏർപ്പെടുത്തിയ തീരുവയിൽ ഒമാനും അമേരിക്കയിലേക്ക് കയറ്റുമതി ചെയ്യുന്ന ഒമാനി ഉൽപ്പന്നങ്ങൾക്ക് 10% തീരുവ. ഒമാനിൽ നിന്ന് അമേരിക്കയിലേക്കുള്ള കയറ്റുമതി തുലോം കുറവായതിനാൽ ഒമാൻ പോലുള്ള രാജ്യങ്ങൾക്കാണ് കൂടുതൽ ആഘാതം ഏൽക്കുക. അതേസമയം ഒമാൻ US സ്വതന്ത്ര വ്യാപാര കരാർ കാരണം ഒമാനിലേക്കുള്ള US ഉൽപ്പന്നങ്ങൾക്ക് താരിഫേ ഇല്ല. അമേരിക്കൻ ഉൽപ്പന്നങ്ങൾക്ക് ഒമാനിൽ ആകെയുള്ള അധിക ചെലവ് 5% വാറ്റ് മാത്രമാണ്. ഇന്ന് മുതലാണ് അമേരിക്കയുടെ പുതിയ തീരുവ പ്രാബല്യത്തിൽ വരിക. അമേരിക്കയിലേക്ക് കയറ്റുമതി ചെയ്യുന്ന എല്ലാ വിദേശ നിർമ്മിത വാഹനങ്ങൾക്കും 25% തീരുവ. എല്ലാ ഇറക്കുമതികൾക്കും 10% തറ തീരുവയുണ്ട്. അതിനാലാണ് ഒമാൻ പെടുക. രാജ്യങ്ങളെ അടിസ്ഥാനമാക്കി 49% പകരം തീരുവയുണ്ട്. ഇതിൽ നിന്ന് അയൽ രാജ്യങ്ങളായ കാനഡയെയും മെക്സിക്കോയെയും ഒഴിവാക്കിയിട്ടുണ്ട്. ഇവയ്ക്കും തീരുവ ചുമത്തുമെന്ന് അധികാരത്തിലേറിയ സമയം ട്രംപ് പ്രഖ്യാപിച്ചിരുന്നെങ്കിലും പിന്നീട് പിന്നോക്കം പോകുകയായിരുന്നു. അതേസമയം തിരഞ്ഞെടുത്ത ചരക്കുകൾക്ക് ഈ രാജ്യങ്ങൾക്കും തീരുവയുണ്ട്. ചൈനയ്ക്കുള്ള തീരുവ 54%. പുതിയ 34% ലെവിയും നിലവിലുള്ള 2% താരിഫും ഉൾപ്പെടെയാണിത്. ദീർഘകാലമായി അമേരിക്ക നേരിടുന്ന വ്യാപാര കമ്മി പരിഹരിക്കാനാണ് ട്രംപിന്റെ ഈ തലവെട്ടി ശസ്ത്രക്രിയ. അതേസമയം ചെറുരാജ്യങ്ങൾ, ഗൾഫ് രാഷ്ട്രങ്ങൾ തുടങ്ങിയവയ്ക്കുള്ള തീരുവയിൽ പുനരാലോചന വേണമെന്ന ആവശ്യം ശക്തമാണ്. കാരണം അമേരിക്കയുമായുള്ള വ്യാപാരത്തിൽ വലിയ വിടവാണ് ഇവയ്ക്കുണ്ടാകുക. ഉദാഹരണത്തിന് ചൈനയുമായി 2024 അമേരിക്കയുടെ വ്യാപാര കമ്മി $295.4 ബില്യൺ ആണ്. ഇറക്കുമതിയിലെ $438.9 ബില്യൺ. ഇതിനെ വിഭജിച്ചാൽ ട്രംപ് ടീം അവകാശപ്പെടുന്ന 67% ലഭിക്കും. ഇവിടെ ആ യുക്തി യോജിക്കും. പക്ഷേ GCC പോലുള്ള രാജ്യങ്ങളിൽ ഈ കണക്ക് തീരെ യോജിക്കുകയില്ല. മറിച്ച് ഏകപക്ഷീയമായി പോകും. അമേരിക്കയുമായി വ്യാപാര മിച്ചമാണ് ഒമാനിലുള്ളത്. അതായത് ഒമാനിൽ നിന്നുള്ള ഇറക്കുമതിയേക്കാൾ ഒമാനിലേക്ക് അമേരിക്ക ചരക്കുകൾ കയറ്റുമതി ചെയ്യുന്നുണ്ട്. പുറമെ GCC രാജ്യങ്ങൾ ഒഴികെ മറ്റ് എല്ലാ ഇറക്കുമതിക്കും 5% തീരുവ ഒമാനിലുണ്ട്. ഇതിൽ നിന്ന് പക്ഷേ അമേരിക്കയ്ക്ക് ഇളവുണ്ട്. അതായത് അമേരിക്കൻ ഉൽപ്പന്നങ്ങൾക്ക് ഒമാനിൽ തീരുവയേ ഇല്ല. ആകെയുള്ളത് 5% വാറ്റ് മാത്രമാണ്. ഈ പശ്ചാത്തലത്തിൽ എന്തിനാണ് 10% തീരുവയെന്ന് വിദഗ്ധർ ചോദിക്കുന്നു. കണക്കുകളും യുക്തിയും പരിഗണിക്കാതെയുള്ള കാടടപ്പൻ തീരുവ ഏർപ്പെടുത്തലാണ് ഇതെന്ന് പലരും അഭിപ്രായപ്പെടുന്നു. വലിയ രാജ്യങ്ങൾക്ക് ഇക്കാര്യത്തിൽ ചർച്ച ചെയ്യാനും വിലപേശാനും സാധിക്കും. തീരുവ മറ്റൊരു ഗുരുതര പ്രതിസന്ധി കൂടി സൃഷ്ടിക്കും. ആഗോള GDPയുടെ മന്ദതയാണിത്. തീരുവ കാരണം ആഗോള കയറ്റുമതിയിൽ ഇടിവുണ്ടാവുകയും ഉൽപ്പന്ന നിർമ്മാണ തോത് കുറയുകയും ചെയ്യും. ഒമാൻ പോലുള്ള എണ്ണ കയറ്റുമതി രാജ്യങ്ങൾക്ക് ഒരുപക്ഷേ വലിയ ആഘാതമുണ്ടാകും. കാരണം ആഗോള വ്യാപാരം കുറയുന്നത് എണ്ണയ്ക്കുള്ള ആവശ്യകതയെ കുറയ്ക്കും. ഇത് എണ്ണവില കുറയാൻ ഇടയാക്കും. അമേരിക്കൻ താരിഫ് നിർണയത്തിലെ മറ്റൊരു കാര്യം ദക്ഷിണ സുഡാൻ, ബുറുണ്ടി, സെൻട്രൽ ആഫ്രിക്കൻ റിപ്പബ്ലിക് മുതലായ രാജ്യത്തെ അതിദരിദ്ര രാജ്യങ്ങൾക്ക് 49% തീരുവ ഏർപ്പെടുത്തി എന്നതാണ്. ദാഖിലിയ ഗവർണറേറ്റിലെ അൽഹംറ വിലായത്തിൽ ഹൈക്കിങ്ങിനിടെ ജബൽ ഷംസിൽ വഴിതെറ്റി കുടുങ്ങിപ്പോയവരെ റോയൽ ഒമാൻ പോലീസ് ഏവിയേഷൻ വിഭാഗം രക്ഷപ്പെടുത്തി. പൗരന്മാരെയാണ് ROP രക്ഷപ്പെടുത്തിയത്. ഇവരെ സുരക്ഷിത സ്ഥലത്തേക്ക് മാറ്റിയതായും 2 പേരും ആരോഗ്യവാന്മാരാണെന്നും പോലീസ് X പ്ലാറ്റ്ഫോമിൽ പ്രസ്താവനയിൽ അറിയിച്ചു. ആഗോള വിപണിയിൽ എണ്ണവില കുത്തനെ ഇടിഞ്ഞു. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ പുതിയ ഇറക്കുമതി
തീരുവ നയമാണ് കാരണം. 2021 ശേഷം ഏറ്റവും കുറഞ്ഞ നിരക്കാണ് ഇന്നലത്തേത്. US താരിഫുകൾ ആഗോള സമ്പദ് വ്യവസ്ഥയിൽ സ്വാധീനം ചെലുത്തുമെന്ന് വിപണികൾ ഭയക്കുന്നു. ഇതിനിടെ എണ്ണ വിതരണം വർദ്ധിപ്പിക്കാനുള്ള ഒപെക്കിന്റെ അപ്രതീക്ഷിത തീരുമാനം വന്നു. ലോകത്തിലെ ബ്രന്റ് എണ്ണയുടെ വില 6.9% ഇടിഞ്ഞ് ബാരലിന് $65.3 US ക്രൂഡ് ഓയിൽ വില 7.62% ഇടിഞ്ഞ് ബാരലിന് $61.85 എണ്ണവാതക ഇറക്കുമതിയെ പുതിയ താരിഫുകളിൽ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ട്. എന്നിരുന്നാലും ആഗോള സമ്പദ് വ്യവസ്ഥ മാന്ദ്യത്തിലേക്ക് വഴുതി വീഴുകയാണെങ്കിൽ ആഗോള ഊർജ ഉപഭോഗത്തെ ബാധിക്കാൻ സാധ്യതയുണ്ട്. ഫിച്ച് സൊല്യൂഷൻസ് കമ്പനിയായ BMI വാർത്താക്കുറിപ്പിൽ പറഞ്ഞു. ഒമാനിലെ ഇന്ത്യക്കാരായ പ്രവാസികളുടെ കോൺസുലാർ, പാസ്പോർട്ട്, വിസ, വെൽഫെയർ സേവനങ്ങൾക്കായി ഒരുക്കുന്ന ഓപ്പൺ ഹൗസ് ഇത്തവണ ഹൈബ്രിഡ് മോഡിൽ നടക്കും. ഈ മാസം 18 നടക്കുന്ന ഓപ്പൺ ഹൗസിൽ മസ്കത്ത് ഇന്ത്യൻ എംബസിയിൽ നേരിട്ടെത്തിയും ഡിജിറ്റൽ വീഡിയോ കോൺഫറൻസ് വഴിയും പങ്കെടുക്കാനാകും. ഉച്ചയ്ക്ക് 2 മണിക്ക് ആരംഭിക്കും. ഇന്ത്യൻ അംബാസിഡർ GV ശ്രീനിവാസ് പങ്കെടുക്കും. ഡെപ്യൂട്ടി ചീഫ് ഓഫ് മിഷൻ തവിഷി ബഹൽ, കോൺസുലർ ഓഫ് എസ് ഹേമന്ത് ഷർസാത്ത് എന്നിവർ സന്നിഹിതരാകുമെന്നും മസ്കത്ത് ഇന്ത്യൻ എംബസി പ്രസ്താവനയിൽ അറിയിച്ചു. ചെറിയ പെരുന്നാൾ അവധി ദിനങ്ങൾ കഴിയുന്നു. നാളെ മുതൽ രാജ്യത്തെ സർക്കാർ സ്വകാര്യ മേഖലകളിൽ സാധാരണ പ്രവൃത്തി ദിനങ്ങളിലേക്ക് മാറും. എന്നാൽ അവസാന അവധി ദിനങ്ങൾ ചെലവഴിക്കാൻ ഒമാന്റെ വിവിധ വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലേക്ക് സഞ്ചാരികൾ ഒഴുകിയെത്തി. നല്ല തിരക്കാണ് ഇവിടങ്ങളിൽ അനുഭവപ്പെട്ടത്. വാരാന്ത്യം ഉൾപ്പെടെ 9 ദിവസത്തെ അവധിയാണ് ഈ വർഷം ചെറിയ പെരുന്നാളിന് സർക്കാർ സ്വകാര്യ മേഖലകളിലെ ജീവനക്കാർക്ക് ലഭിച്ചത്. ഇതിനാൽ തന്നെയും ദിവസങ്ങൾ നീളുന്ന യാത്രയിലായിരുന്നു പലരും. ഇസ്ലാമിക് എഡ്യൂക്കേഷണൽ ബോർഡിന് കീഴിലെ 5, 7, 10, 12 ക്ലാസുകളിലെ പൊതുപരീക്ഷകൾക്ക് ഇന്ന് തുടക്കമാകും. ഒമാനിലുടനീളം വിവിധ മദ്രസകളിൽ നിന്ന് രജിസ്റ്റർ ചെയ്ത 300-ൽ പരം വിദ്യാർത്ഥികൾ 23 സെന്ററുകളിലായി ഇത്തവണ പൊതുപരീക്ഷ എഴുതും. 27 സൂപ്പർവൈസർമാർ പരീക്ഷ നിയന്ത്രിക്കും. ഏപ്രിൽ 6-ന് പരീക്ഷകൾ അവസാനിക്കുമെന്നും സുന്നി ജംഇയ്യത്തുൽ മുഅല്ലിമീൻ വാർത്താക്കുറിപ്പിൽ അറിയിച്ചു. അതേസമയം ഒമാന്റെ വിവിധ ഭാഗങ്ങളിലായി പ്രവർത്തിച്ചുവരുന്ന സുന്നി വിദ്യാഭ്യാസ ബോർഡിന് കീഴിലെ മദ്രസകളിലേക്കുള്ള അഡ്മിഷൻ നടപടികൾ ആരംഭിച്ചു. വിവരങ്ങൾക്ക് 93565079 91312839. രാമനവമി പ്രമാണിച്ച് മസ്കത്ത് ഇന്ത്യൻ എംബസി നാളെ അവധിയായിരിക്കുമെന്ന് അധികൃതർ അറിയിച്ചു. അടിയന്തര സേവനങ്ങൾക്ക് 24 മണിക്കൂറും 98282270, കോൺസുലർ നമ്പർ 80071234, കമ്മ്യൂണിറ്റി വെൽഫെയർ എന്നീ നമ്പറുകളിൽ ബന്ധപ്പെടാവുന്നതാണ്. US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പുതിയ ഇറക്കുമതി തീരുവകൾ പ്രഖ്യാപിച്ചത് GCCയിലെ വിപണിയിൽ കാറുകളുടെ വില വർദ്ധിക്കാൻ ഇടയാക്കുമെന്ന് വിദഗ്ധർ. വാഹനങ്ങളുടെ അറ്റകുറ്റപ്പണികൾക്കും ഇത് ബാധകമായേക്കാം. തീരുവ മെയ് 3-നകം നടപ്പിലാക്കും. US-ൽ ഫാക്ടറികളുള്ള പ്രധാന കാർ നിർമ്മാതാക്കളെ ബാധിക്കുന്ന തീരുമാനം വില വർദ്ധിക്കാൻ ഇടവരുത്തുമെന്നാണ് അധികം ആളുകളും പറയുന്നത്. US-ൽ നിർമ്മിക്കുന്ന വാഹനങ്ങളുടെയും ലക്സസ്, BMW, മെർസിഡീസ് പോലുള്ള അമേരിക്കൻ സവിശേഷതകളുള്ള മോഡലുകളുടെയും വില 10-15% വർദ്ധിക്കുമെന്നാണ് ഇവർ വ്യക്തമാക്കുന്നത്. എന്നാൽ GCCയിലെ വില കുറയുകയും ലഭ്യത മെച്ചപ്പെടുകയും ചെയ്യുമെന്ന് പറയുന്നവരുമുണ്ട്. നിർമ്മാതാക്കൾ അധിക സ്റ്റോക്ക് GCC വിപണികളിലേക്ക് തിരിച്ചുവിടുന്നതാണ് ഇതിന്റെ കാരണം. എങ്കിലും അസ്ഥിരമായ വിപണിയാണ് പ്രതീക്ഷിക്കുന്നതെന്നും വരുന്ന 6 മാസങ്ങൾ നിർണായകമാണെന്നും അവർ പറയുന്നു. തീരുവ വർദ്ധിച്ച രാജ്യങ്ങളിൽ നിന്നുള്ള സ്പെയർ പാർട്സിന്റെയും പുതിയ മോഡലുകളുടെയും ലഭ്യതയിൽ കാലതാമസം നേരിടാം. ഫിഫ റാങ്കിങ്ങിൽ സ്ഥാനം മെച്ചപ്പെടുത്തി ചെമ്പട. ഏപ്രിൽ 3-ന് ഫിഫ പുറത്തുവിട്ട ലോക റാങ്കിങ്ങിൽ 77-ാം സ്ഥാനത്താണ് ഒമാന്. മുൻ റാങ്കിങ്ങിനെ അപേക്ഷിച്ച് 3 സ്ഥാനങ്ങൾ ഉയർന്നു. അറബ് രാഷ്ട്രങ്ങളിൽ 10-ാം സ്ഥാനത്തും ഏഷ്യൻ രാജ്യങ്ങളിൽ 11-ാം സ്ഥാനത്തുമാണ് ചെമ്പട. ലോകകപ്പ് യോഗ്യത 3-ാം റൗണ്ടിലെ അതിനിർണായക മത്സരങ്ങളിൽ പുറത്തെടുത്ത മികച്ച പ്രകടനങ്ങളാണ് ചെമ്പടയുടെ സ്ഥാനം മെച്ചപ്പെടുത്തിയത്. കഴിഞ്ഞ മാസം നടന്ന മത്സരങ്ങളിൽ കുവൈത്തിനെതിരെ 1 ഗോളിന്റെ വിജയവും
കരുത്തരായ ദക്ഷിണ കൊറിയയ്ക്കെതിരെ സമനിലയും ഒമാൻ നേടിയിരുന്നു. ഇതോടുകൂടി ഇന്നത്തെ വാർത്തകളും വിശേഷങ്ങളും ഇവിടെ അവസാനിക്കുന്നു. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളുമായി നാളെ കാണാം. നന്ദി, നമസ്കാരം.